വിശുദ്ധി പാലിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഏറ്റവും നാവിനെ നിയന്ത്രിക്കുക, വ്യർത്ഥ സംഭാഷണം നിയന്ത്രിക്കുക. നമ്മൾ വ്യർത്ഥ സംഭാഷണം കംപ്ലീറ്റ് ലോക്ക് ചെയ്യണം. നമ്മൾ നാവിനെ പൂട്ടണം. നമ്മൾ ഈ നാവാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ യാക്കോബ് ലേഖനം 3:2 പറഞ്ഞത്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. അപ്പം നാവിന് നിയന്ത്രണമില്ലാത്തൊരു വ്യക്തിയുടെ ശരീരത്തിന് നിയന്ത്രണമില്ല. ഒരിക്കലും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവിടെ ജഡികാസക്തി ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് ആരെല്ലാം ഒരു കുറ്റം കേൾക്കാൻ ഇഷ്ടം, കുറ്റം പറയാൻ ഇഷ്ടം, കുറ്റം പറഞ്ഞ് അത് ഡിമോണിക്കാണ്, പൈശാചിക ശക്തി. അതുകൊണ്ട് ബന്ധിക്കണം ശരിക്കും നാവിനെ. ഒരിക്കലും എൻ്റെ ശുശ്രൂഷ മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നാവിനെ ബന്ധിക്കാൻ കൃപ കിട്ടും നമുക്ക്. ആ കൃപ കിട്ടും, പ്രത്യേക വരം. അവർ നാവിനെ ബന്ധിച്ചാൽ പിന്നെ അവർ സംസാരം കുറയ്ക്കും. അവർ പിന്നെ പറയേണ്ടത് മാത്രം പറയും, സത്യം. അത് അല്ലെങ്കിൽ ഒരു നുണ പറയും, അവർ ഭയങ്കര നുണ പറയും. നാവിനെ ബന്ധിക്കണം. അതുകൊണ്ട് ഈ 2 തിമോത്തി 2:16-17 ലൗകികമായ വ്യർത്ഥ സംഭാഷണം പൂർണ്ണമായും ഒഴിവാക്കുക. ലൗകികമായ വ്യർത്ഥ സംഭാഷണം, ഭയങ്കര വ്യർത്ഥ സംഭാഷണം കൂടുതൽ എല്ലായിടത്തും വ്യർത്ഥ സംഭാഷണം. വാട്സപ്പ്, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വ്യർത്ഥ സംഭാഷണം. അതിനകത്ത് പോയിരുന്ന് കഴിഞ്ഞാണല്ലോ നമ്മളൊരു പുതിയൊരു പിശാച് കയറി പിടിക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മളും അതുപോലെ ചിന്തിക്കാൻ തുടങ്ങും. ചില ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ കയറിയിരുന്നാൽ നമ്മുടെ അവരങ്ങ് കൊണ്ടുപോകും, വലിച്ചോണ്ടങ്ങ് പോകും. നമ്മൾ 5 മിനിറ്റ് കാണാൻ വന്നത് ഒരു ദിവസം. അതുകൊണ്ടാണ് ഈശോ എന്നോട്, ഞാനിതൊന്നും കാണാനും പഠിക്കാറില്ല, ഒരു പരിപാടി പഠിക്കത്തില്ല, പണ്ടേ മേടിക്കത്തില്ല. ഇങ്ങനെ ഉപകരണങ്ങൾ ആണ്. പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധ കൃപയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാത്തൊരു വ്യക്തിക്ക് പറ്റില്ല. അപ്പോൾ അവിടെ തുടക്കപ്പോൾ നാവാണ് എല്ലാത്തിൻ്റെയും ആരംഭം. ഒരാൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണോ, നാവിനെ നിയന്ത്രിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ വചന ഹൃദയം? അമ്മയുടെ നാവിന് കൺട്രോളുണ്ട്. നാവിന് കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും വചനത്തിൻ്റെ കൃപയിൽ വളരില്ല.